ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ചധികം തിരക്കും കാര്യങ്ങളൊക്കെ യാത്രകളും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ആയിട്ട് വരാത്തത്. നമ്മൾ വീഡിയോ താമസിക്കുമ്പോൾ ഒരുപാട് വ്യൂവേഴ്സ് നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പതിവായിട്ട് കാണുന്നവരെല്ലാം വീഡിയോ കാണും. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാതിരിക്കുമ്പോൾ വ്യൂവേഴ്സ് കുറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനും സംസാരിക്കാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ഒരുപാട് കഴിഞ്ഞ നാളുകളിലെല്ലാം ഒരുപാട് വേദനാജനകമായ അവസ്ഥയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് കഷ്ടപ്പെട്ട് എല്ലാം നമ്മൾ പോയി. ഒരുപാട് വേദനയിൽ കൂടെയാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം പോയത്. കാരണം നമ്മുടെ കേരളത്തിലെ വാടക വീട് പൂട്ടി കിടക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ വന്നതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. വീഡിയോയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഉള്ള ഗുഡ് ന്യൂസുകളൊക്കെ ഞാൻ പറയും എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഞാനും കണ്ണനും കൂടെ കേരളത്തിൽ പോയി. അവിടെ പോയി നിന്നുകൊണ്ട് ഞങ്ങൾ ആദ്യം ലോക്കൽ സ്റ്റേഷനിൽ ഒരു പരാതി വെച്ചു. അവിടുന്ന് നടപടിയായില്ല. അപ്പം നമ്മൾ കോട്ടയം SP-ക്കും അതേപോലെ തന്നെ SP-ക്ക് കൊണ്ടുപോയി പരാതി വെച്ചു. അവിടുന്ന് SP DYSP-ക്ക് ആ പരാതി കൈമാറി. അങ്ങനെ ഞങ്ങൾ വൈക്കത്തേക്ക് പോവുകയും വളരെയധികം ഞങ്ങൾ വിഷമിച്ചു. കാരണം 3-4 ദിവസം ഈ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഞങ്ങൾ വിഷമിച്ചു. എങ്കിലും നമ്മൾ ചെന്നപ്പം DYSP സാറിനെ കണ്ടു. അന്ന് ആ വീട് പൂട്ടിയത് DYSPയും കൂടെ ഉൾപ്പെടെയുള്ള ആളുകളും കൂടെ ചേർന്നിട്ടായിരുന്നു പൂട്ടിയത്. അപ്പോൾ പൂട്ടിയ സാറ് തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ സാധാരണക്കാരാണെന്ന് സാറിന് മനസ്സിലായി. അങ്ങനെ സാർ ഇടപെട്ട് സാറിൻ്റെ ഓർഡർ പ്രകാരം ഞങ്ങൾ നേരെ വീണ്ടും ലോക്കൽ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്ന് അവരെയും വിളിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും വിഷമമൊക്കെ വന്നെങ്കിലും അത് നമ്മൾ അവിടുന്ന് സാധനങ്ങളെല്ലാമായിട്ട് അവിടുന്ന് പോന്നു. അവർക്ക് വാടക വീട് തിരിച്ച് അവർക്ക് നമ്മൾ കൊടുത്തു. കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതിലും വളരെ മാന്യമായിട്ട് തന്നെ നടക്കാനിടയായി തീർന്നു. കാരണം ഈ ഒരു കാര്യത്തെ ചൊല്ലി ഞാനിവിടെ ആയിരുന്നെങ്കിലും വളരെയധികം എല്ലാ ദിവസവും ഞാൻ ഒരുപാട് വേദനിക്കുകയും സാധനങ്ങൾ അവിടെ കിടക്കുന്നതിൽ വേദനിച്ചു. അല്ലാതെ ഈ സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്നതിനെ ചൊല്ലി ഒരുപാട് വേദനിക്കുകയും ഒരുപാട് അലയുകയും തിരിയുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും ഇപ്പം സമാധാനപരമായിട്ട് നമ്മൾ ആ സാധനങ്ങളെല്ലാം അവിടുന്ന് വണ്ടി വിളിച്ച് നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മുടെ കാര്യങ്ങളെല്ലാം തീർന്നു. അനുഭവിച്ച ആ അനുഭവിച്ച ആ വേദന തീർന്നു. ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വീഡിയോ ആയിട്ട് ഞാൻ വരാത്തത്. അപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് ആളുകളെങ്കിലും എൻ്റെ വിഷമത്തിൽ പങ്കുചേരുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ഒക്കെ കാണിച്ചിരിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. മനസ്സിനകത്ത് നാളുകളായിട്ട് വേദനിച്ചിരുന്ന ഒരു കാര്യമാണ് നമുക്ക് പരിഹാരമായിട്ട് തീർന്നത്. അപ്പോൾ ഒരുപാട് ഇതിൻ്റെ പിന്നിൽ വേദനിച്ചു. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പ്രകാരം ഞാൻ എത്തിച്ചേരട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക.